ISROയുടെ മറ്റൊരു വിജയ ദൗത്യമായ സ്പേഡെക്സ് മിഷനെ കുറിച്ച് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സ്പേഡെക്സ് എന്നാൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ്. 2024 ഡിസംബർ 30 PSLV C60 എന്ന റോക്കറ്റിലായിരുന്നു വിജയകരമായ വിക്ഷേപണം നടന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്നുമായിരുന്നു ആ വിക്ഷേപണം. 2024 ISROയുടെ അവസാനത്തെ വിജയകരമായ ദൗത്യമായിരുന്നു സ്പേഡെക്സിൻ്റേത്. 2 ഐഡന്റിറ്റിക്കൽ ഉപഗ്രഹങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഡോക്കിങ്ങും അവയെ വേർപെടുത്തുന്ന അൺഡോക്കിങ്ങും ചേർന്നതാണ് സ്പേഡെക്സ് ദൗത്യം. ദൗത്യത്തിന്റെ ഭാഗമായി വിക്ഷേപിച്ച 220 കിലോഗ്രാം വീതം ഭാരമുള്ള 2 ഉപഗ്രഹങ്ങളാണ് STX-01 ചേസറും STX-02 ടാർഗറ്റും. ദൗത്യം വിജയമായതോടെ ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമായുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ. അമേരിക്ക, റഷ്യ, ചൈന എന്നിവരാണ് മറ്റു രാജ്യങ്ങൾ. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഈ മിഷന്റെ പ്രൊജക്ട് ഡയറക്ടർ N സുരേന്ദ്രനും സ്പേഡെക്സിന്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ S സോമനാഥുമാണ്. 2025 ജനുവരിയിൽ ISROയുടെ പുതിയ ചെയർമാനായി V നാരായണൻ നിയമിതനായി. 2 ഉപഗ്രഹങ്ങളും വിജയകരമായി ഡോക്കിംഗ് ചെയ്യപ്പെട്ടത് 2025 ജനുവരി 16 അൺഡോക്കിംഗ് ചെയ്യപ്പെട്ടത് 2025 മാർച്ച് 13 ഉപഗ്രഹ വിക്ഷേപണ ശേഷമുള്ള PSLVയുടെ 4ാം ഭാഗത്തിൽ വിത്തുമുളപ്പിക്കുന്ന ജൈവ പരീക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നത്. POEM-4 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ഇന്ത്യ വിഭാവനം ചെയ്യുന്ന ബഹിരാകാശ നിലയത്തിനും ചന്ദ്രയാൻ 4, ഗഗൻയാൻ എന്നിവയ്ക്കും ഈ സാങ്കേതികവിദ്യ സഹായിക്കും.